ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് 2 പച്ച ഏത്തക്കായ ഉണ്ട്. ഏത്തക്കായ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നെരുവെന്നതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. ഏത്തക്കായുടെ തൊണ്ട് മാറ്റണില്ല കേട്ടോ, ജസ്റ്റ് ഇതിൻ്റെ എഡ്ജൊന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. ഏത്തക്കായ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുളക് ഇടുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇടാം. അപ്പോൾ ഇനി നമ്മുടെ കായയിലേക്ക് നമുക്ക് മുളകിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചുവന്നുള്ളി ഇല്ല കേട്ടോ, അപ്പോൾ നമുക്ക് ചുവന്നുള്ളിക്ക് പകരം നമുക്ക് സവോള കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു സവോളയുടെ പകുതിയും കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണ്ടേ. അപ്പോൾ ഈ നമ്മുടെ
ഏത്തക്കായയിലേക്ക് നമ്മൾ മുളകിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോളയും പിന്നെ കറിവേപ്പിലയും. ഇത് നമ്മുടെ ഏത്തക്കായ എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ ഏത്തക്കായ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ച മുളക് ചേർക്കാം. നമ്മൾ അതിനായിട്ട് ഒരു കുഴഞ്ഞ പോലെയായിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ കുഴയാണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത്തക്കായ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്ക് വേണം. ഇത് അധികം കുഴഞ്ഞു പോയിട്ടില്ല. കുക്കറിലിട്ട് ഒറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം കുഴയാണ്ട് കിട്ടും. പക്ഷേ ഏത്തക്കായ അങ്ങനെ കുഴഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ മസാലയിലിട്ട് ഇളക്കുമ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കും. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ഏത്തക്കായ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഏത്തക്കായൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ട് കഴിക്കണം. ചൂടോട് കൂടി കഴിക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ചൂടാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ്. ഞാൻ മിക്കപ്പോഴും ഏത്തക്കായ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കും. എൻ്റെ തലേ ദിവസത്തെ ചോറ് ബാക്കിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞി പോലെ അതും ഇതും കൂട്ടിയിട്ടാണ് കഴിക്കും. എന്ത് രുചിയാണെന്നറിയാം. ഇന്ന് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. കേട്ടോ, അത്യാവശ്യം ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. പഴുത്ത ഇലകളൊക്കെ മഴ പെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ട് കുറേ ഇലകളൊക്കെ ഇതാ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. ഇലയുടെ കളറൊക്കെ അങ്ങനെ മാറിയിട്ട് ചെറുതായിട്ടൊരു തണുപ്പും